ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുഞ്ഞിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ആണപ്പത്തിരിയെന്നും കക്കറൊട്ടിയെന്നും ഒക്കെ പറയും. ഇന്ന് ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുഞ്ഞിപ്പത്തിരിക്കുള്ള ബീഫ് കറി റെഡിയാക്കാം. 500 ഗ്രാം ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള ബീഫാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആദ്യം നമ്മൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ 4-5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയതിന് ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ ഒരു കൂട് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതാണ് ഇനി അടുത്ത് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിതൊന്ന് കുക്കറിലിട്ട് വീണ്ടും വേവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതിങ്ങനെ മിക്സാക്കി കൊടുക്കണം. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന നല്ലൊരു സ്മെല്ലിങ്ങനെ കിട്ടാൻ തുടങ്ങും. പിന്നെ ഇത് നമ്മൾ വഴറ്റി കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവേ. ഇനി നമ്മളിത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, കാരണം ഇതൊരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ബീഫാണല്ലോ, കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ വെന്ത് വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇത് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് വേണം. അതിന് അരമുറി തേങ്ങയും, 1/2 ടീസ്പൂൺ മഞ്ഞളും, 5-6 ചെറിയുള്ളിയും, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കേട്ടോ, നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിൽ വെള്ളം കാണുന്നില്ലേ, അത് നമ്മൾ ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാം. ഇത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത്. 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പത്തിരിക്ക് വേണ്ടി പൊടിപ്പിച്ച അരിപ്പൊടി തന്നെയാണ്. സാധാരണ നമ്മൾ പുഴുങ്ങലരി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും, 4-5 ചെറിയുള്ളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ കുഞ്ഞിപ്പത്തിരിക്കുള്ള പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം.
അരിമാവൊക്കെ നമുക്ക് എല്ലാം കുഞ്ഞിപ്പത്തിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിച്ചമ്പിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറിയിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കുഞ്ഞിപ്പത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നാലാണ് നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിരിയും ഈ ബീഫ് കറിയൊക്കെ ഒന്ന് മിക്സായിട്ട് വരും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡിയായി. നമ്മളിവിടെ കുഞ്ഞിപ്പത്തിരി എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ അണപ്പത്തിരി എന്നാണ് കേട്ടോ പറയുക. പിന്നെ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.